ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം പോകുമ്പോൾ ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുന്ന ദൈവമാണെന്നുള്ളത് നമുക്ക് ബോധ്യമാകും. ഇവിടെ പ്രവാചകൻ പറയുന്നത് യഹോവ നല്ലവനാണ്. നമ്മുടെ വേദനയുടെ, ഭാരത്തിൻ്റെ, സങ്കടത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് ശരണം പ്രാപിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ നിശ്ചയമായിട്ടും ആ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ദൈവമാണ്. ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം. അതേ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ പ്രത്യേകത യഹോവയാകുന്ന ദൈവത്തിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മെ അറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഭാര വിഷയത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ കഷ്ടദിവസത്തിൽ ശരണമായിരിക്കുന്ന, നിങ്ങളെ അറിയുന്ന ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കുക. മറുപടി നിശ്ചയമായിട്ടും ഇപ്പോൾ തന്നെ അയച്ചു കഴിഞ്ഞു. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ദൈവം, അങ്ങേ അറിയുന്നവരെ അങ്ങും അറിയുന്നുവല്ലോ. തൻ്റെ പ്രിയപ്പെട്ടവരെ അറിയുന്ന ദൈവത്തിന് സ്തോത്രം. അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ എല്ലാം മാറ്റി കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.